നമസ്കാരം സർ. സർ, UDF മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്ന് 76 ദിവസം കഴിയുന്നു. അതായത് 100 ദിവസം തികഞ്ഞിട്ടില്ല, 100-ാം ദിവസത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ തൊട്ടതെല്ലാം വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പൂക്കിയ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ, അല്ലെങ്കിൽ പൂക്കിയാക്കിയിരിക്കുകയാണല്ലോ. ഇന്നത്തെ പിള്ളേരെല്ലാവരും കൂടി അദ്ദേഹത്തെ പൂക്കിയാക്കി കളഞ്ഞു. അദ്ദേഹം അത് നല്ല രീതിയിലാണ് ആസ്വദിച്ചത്. പക്ഷേ ആ ആസ്വാദനം അധികകാലം നിലനിൽക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാം വിവാദമാണ്. എന്തൊക്കെ തൊടുന്നുണ്ടോ അദ്ദേഹം അതെല്ലാം വിവാദത്തിൽ പോയി പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ സാറിനൊരു വീഡിയോ കാണിച്ചു തരാം. സാർ ആ വീഡിയോ ഒന്ന് നോക്കൂ. കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് കേട്ടോ VD സതീശൻ. സാർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ ഇത് സർജിക്കൽ സ്ട്രൈക്ക്, ഏഷ്യനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ സാറ് പറയുന്ന ഒരു വാക്കാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് ഹൈക്കമാൻഡോ മറ്റോ ആരും അല്ല, സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ സാർ പറയുന്നത്. അത് സത്യമാണ്, അതിൽ വാസ്തവമുണ്ട്. അത് അങ്ങ് അതിനെക്കുറിച്ചൊന്ന് പറയണം. അതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ മുഖ്യമന്ത്രിക്ക് പറ്റിയത് സാർ? കാരണം ഇത്രയും വലിയ പേമാരി അല്ലെങ്കിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, എല്ലാവരും ഇവിടെ പേമാരിയിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, 15ഓളം മരണങ്ങൾ സംഭവിക്കുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാം. ഇതിനു മുമ്പ് 10 വർഷം ഭരിച്ച നമ്മളുടെ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം പല സമയത്തും ഇങ്ങനത്തെയുള്ള ഫ്ലഡ് ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ പേമാരി വന്നപ്പോഴും ശരി, അതിലുപരി കൊറോണ വന്നപ്പോഴും ശരി, അദ്ദേഹം പല ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി മുന്നിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെ നമ്മൾ പ്രതീക്ഷിച്ചതിലെ ഉപരി ആ ഒരു സംഭവം നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചതും സാമൂഹ്യ മാധ്യമങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതുതന്നെയായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. കാരണം അദ്ദേഹം ആ സമയത്ത് വടക്കൻ മേഖലയിൽ പേമാരികൾ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മലകൾ വൻ സ്ഫോടനം ഉണ്ടാകുന്നു, മണ്ണൊലിച്ചൽ ഉണ്ടാകുന്നു. ഈ സമയത്തൊക്കെ ഇദ്ദേഹം ജ്വല്ലറി ഉദ്ഘാടനത്തിനും അതേപോലെ തന്നെ പൊന്നാനിയിൽ ഭക്ഷണം കഴിക്കാനും ഇതിന് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കാനൊക്കെയാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. സർ, എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത്? എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഇതിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന്, VD സതീശൻ്റെ എതിരെ വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ദൃശ്യപത്രമാധ്യമങ്ങളുടെയും അറ്റാക്ക്. മറ്റൊന്ന് VD സതീശൻ എന്ന മുഖ്യമന്ത്രി. അതിനെ പൗരൻ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1, ഉണ്ണി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത് നിയമസഭാ സാമാജികന്മാരുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയുടെ പ്രഷറിലാണ്. അവിടെ പരാജയം സമ്മതിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ. ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ കാണാറുണ്ട്. ഒറ്റ കാര്യമല്ല, അദ്ദേഹം ഇടയ്ക്കൊക്കെ ശ്വാസം എടുക്കുന്നത് നല്ലതാണ്. ശ്വാസം വിടാതെ പറയുമ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെ ഇത് കാണുന്നത്, ഈ മനുഷ്യൻ ഈ ഫ്ലോറിലെങ്ങാനും വീഴുമെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ എന്ന് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്, കുമ്പസാരം നടത്തിയിരിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു പങ്കും നിർവഹിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഒരു കാലത്ത് കേരളത്തിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് മലയാള മനോരമയും മാതൃഭൂമിയൊക്കെയാണെന്ന് മറക്കരുത്. കൗമുദിക്ക് അന്നൊരു കാലത്ത് റോൾ ഉണ്ടായിരുന്നു, പിന്നീടാണ് കൗമുദി അപ്രസക്തമായത്. ഇവിടെ ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ, അതുപോലെ തന്നെ മാതൃഭൂമിയും മനോരമ തുടങ്ങിയ പത്രമാധ്യമങ്ങൾ, അവർക്ക് ഇതിനകത്തൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ രതീഷിനെ ഓർപ്പിക്കാം. കുറച്ച് കാലം മുമ്പ്, വളരെ അടുത്ത സമയത്താണ്, ഒരു ഫുൾ പേജ് പരസ്യം മനോരമയിലും മാതൃഭൂമിയിലുമുണ്ട്. അവരുടെ പരസ്യം എന്താണെന്നറിയാം? ഞങ്ങൾ പറയുന്ന സത്യമാണ്, ജനങ്ങൾ സത്യം വിശ്വസിക്കണം, സോഷ്യൽ മീഡിയയുടെ പുറകെ നിങ്ങൾ പോകരുത്. ഒരു പത്രം അവർ പറയുന്ന സത്യമാണെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ പരസ്യം കൊടുക്കേണ്ടി വന്ന ഗതികേട് വന്ന 2 പത്രങ്ങളാണ് മനോരമയും മാതൃഭൂമിയും. ഒരിക്കലും ഹിന്ദുവിൽ ഞാനത് കണ്ടിട്ടില്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഞാനത് കണ്ടിട്ടില്ല. ഇനി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക, ഞാൻ വായിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. കേരള കൗമുദി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ഇവരത് പറഞ്ഞത്? ഇവർക്ക് ജനപിന്തുണയില്ല എന്ന് മനസ്സിലായി, ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഏഷ്യാനെറ്റിനെയും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ വിശ്വസിക്കുന്ന ആരെയാണ്? സോഷ്യൽ മീഡിയയെ. അവരുടെ എഴുത്തിന് അതാണ്. ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നതിന് കാശിന് വില ജനങ്ങൾ കൊടുക്കുന്നില്ല എന്നതിൻ്റെ കുറ്റസമ്മതമാണ് ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ സാറ് പറയുന്ന പോലെ, അങ്ങ് പറഞ്ഞ പോലെ ശ്വാസം വിടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫ്ലോറിൽ വീഴുമെന്ന് വരെ പലരും പേടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ സാറ് പറഞ്ഞ പോലെ കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ?
ഇല്ല. അദ്ദേഹം ആ ഒരു ആവേശത്തിൽ ആ ഒരു ശൈലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ദിവസം കേട്ടോ കേട്ടോ ഒന്നും അത് വഴിയില്ല. ഓക്കെ, ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ സഹോദരൻ വേണു ബാലകൃഷ്ണൻ കുറേ കാലം നോമ്പ് നോക്കി ഇറങ്ങിയതാണ്. BJP തകർത്ത് കളി ഇപ്പോൾ ശരിയാക്കും, നരേന്ദ്രമോദി ഇപ്പോൾ ശരിയാക്കും, കേരളത്തിലെ BJP അടിമുടി മുറിക്കും. ആരാണ് പറയുന്നത്? ഈ വേണു ബാലകൃഷ്ണൻ ആരാ? അയാൾ പറഞ്ഞ ആരാ കേൾക്കുന്നത്? ഉണ്ണി ബാലകൃഷ്ണൻ ആരാ? അയാൾ പറഞ്ഞാൽ ആരാണ് കേൾക്കുന്നത്? സിന്ധു സൂര്യകുമാർ കുറേ കാലം വന്ന് കരഞ്ഞില്ലേ? ഞാൻ പേരെടുത്ത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും ഒക്കെ ഒന്ന് പറയുന്ന ഇത്തരം പത്രപ്രവർത്തകർക്ക് പ്രസക്തി സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയ വന്നത് അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കത്തക്ക വിധത്തിൽ സ്വാധീനം ചെലുത്തി. ഇതേ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു വാചകം കൂടെ ഞാൻ കോട്ട് ചെയ്യാം, അതുകൂടെ രജിസ്റ്റർ കേൾക്കണം. അതായത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഇരുട്ട് വെളുക്ക് പണി ചെയ്ത പ്രവർത്തകരെ അവഗണിച്ച് നിയമസഭാ സാമാജികന്മാരുടെ അഭിപ്രായം നോക്കി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന ഒരു പാരമ്പര്യമാണ് AICC പിന്തുടർന്നിരിക്കുന്നത്. അങ്ങനെ അതനുസരിച്ചാണ് സിദ്ധരാമയ്യൻ വന്നത്, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി വന്നത്, മറ്റൊരുപാട് സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. ശിവകുമാർ വന്നത് എല്ലാം ഓക്കെ, അതൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിലെ ജനങ്ങൾ പച്ചക്കള്ളം പറയുന്ന പച്ചക്കള്ളം പറയുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ്. ഇതേ ഏഷ്യാനെറ്റിലാണ് ദേശീയ പൗരത്വ നിയമത്തിനെതിരെ നടത്തിയ സമരത്തിൽ ഒരുത്തം വന്ന് പറഞ്ഞത് എൻ്റെ പിന്നിൽ ഒരു മുസ്ലിം പള്ളി കത്തിയെരിയുന്നു. ഇവരുടെ തന്നെ അല്ലേ പ്രശാന്ത് രഘുവംശം, അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് UP ആദിത്യനാഥ് മത്സരിക്കുമ്പോൾ തോറ്റു തുന്നം പാടുമെന്ന് പറഞ്ഞു. തോറ്റു തുന്നം പാടും, ഒരു കുളത്തിന് ചുറ്റും കുറച്ച് പേരെ എഴുതിക്കൊണ്ട് അവരോട് അയാളൊക്കെ ചോദിക്കുന്നു തോറ്റു തുന്നം പാടുന്നു. ഇവിടെ എന്താ UP എന്താ സംഭവിച്ചത്? ഇവിടെ മാനസികമായി മാറ്റം വരേണ്ടത് ജനങ്ങൾക്കല്ല, സോഷ്യൽ മീഡിയയ്ക്കുമല്ല. സത്യമായി കാണാൻ കഴിയാത്ത രാഷ്ട്രീയത്തിൻ്റെ കണ്ണട വെച്ച ജനങ്ങളെ വെറുക്കുന്ന ഈ മാധ്യമപ്രവർത്തകർക്കാണ്. ഒരു കാലത്തെ മാധ്യമപ്രവർത്തകർക്ക് എന്ത് അംഗീകാരം ഉണ്ടായിരുന്നു? ഈ ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവർക്ക് എന്ത് അംഗീകാരമാണ് ജനം കൊടുക്കുന്നത്? ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ, ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയയിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോടുള്ള നന്ദി. സോഷ്യൽ മീഡിയ ശക്തമാണെന്നും താൻ പ്രതികരിക്കുന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് ജനപിന്തുണയില്ലെന്നും അദ്ദേഹം തന്നെ സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഉയർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെ അത് സമ്മതിച്ചു. അപ്പോൾ അതിലാണ് എൻ്റെ ആദ്യത്തെ കുറ്റസമ്മതം വേണമെങ്കിൽ പറയാം. കുറ്റസമ്മതമോ കുമ്പസാരമോ ആകാം. ജനങ്ങളെ ഞങ്ങൾ പറയുന്നൊന്നും നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വാഴ്ജന്മങ്ങളാണെന്നും ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയാണ് പറയുന്നതും, പിന്നെ ചിലരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ കാശ് വാങ്ങിച്ചാണ് ചെയ്യുന്നതെന്നും, ചിലരൊക്കെ ഞങ്ങളുടെ ജിഹാദികളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, കോൺഗ്രസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ലെന്നും, ഞങ്ങളുടെ വയറുപഴപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതൊക്കെ പറയുന്നതെന്നും, സോഷ്യൽ മീഡിയയ്ക്ക് പരസ്യമില്ലാത്തത് കൊണ്ടും സോഷ്യൽ മീഡിയയിലെ ആളുകൾ ആർക്കും എന്തും പറയാവുന്നത് കൊണ്ടും അവർ വന്ന് കൃത്യമായിട്ട് പറയുന്നു. അതാണ് ജനാഭിപ്രായം. സോഷ്യൽ മീഡിയ നല്ലത് പറയട്ടെ, ചീത്ത പറയട്ടെ, ആ സോഷ്യൽ മീഡിയ VD സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ VD സതീശൻ്റെ ജനപിന്തുണയുടെ ഒരു യാഡ് സ്റ്റിക്കാണത്, ഒരു അംഗീകാരമാണ്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ എനിക്ക് പറയാനുള്ള നമ്പർ 1 മറുപടി. ഇനി നമ്പർ 2, അദ്ദേഹം VD സതീശനെക്കുറിച്ച് പറഞ്ഞു. രതീഷും VD സതീശനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഓക്കെ, ഞാൻ അഭിപ്രായ വ്യത്യാസമല്ല പറഞ്ഞത്. അദ്ദേഹം ഈ പേമാരികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിൻ്റെ പടം പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ വരുന്നു. ഇടിമണ്ണിൽ ജ്വല്ലറി എന്ന് പറയുന്ന ജ്വല്ലറിയുടെ പടം വരുന്നു. അന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, അന്ന് വടക്കോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും വേണ്ട ഈ ഇടുക്കിയിൽ വരെ എല്ലാ സ്ഥലത്തും, പത്തനംതിട്ട സാറിൻ്റെ നാട്ടിലായ പത്തനംതിട്ടയിലെ റാന്നി ഭാഗത്ത് വെള്ളം കയറി അവിടെ ഒരുപാട് ജനങ്ങൾ ഇതിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊച്ചിയിൽ ഇത് ഉദ്ഘാടനത്തിലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മൊബൈലിൽ എല്ലാവരെയും പുലർച്ചെ 2 മണിക്ക് പേടിപ്പിച്ചുകൊണ്ടുള്ള റെഡ് അലേർട്ട് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, 3-4 മണിക്കൂർ അതിതീവ്രമായ മഴയുണ്ടാകും എന്ന് പറയുന്നു. ആ സമയത്ത് അന്നത്തെ ദിവസം മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പേമാരി അതിതീവ്രമാകുന്ന സമയത്ത് ഇദ്ദേഹം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദുരന്ത പ്രസ്ഥാനങ്ങൾക്ക് ആഹ്വാനം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പല ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളാണ്. ഇതെല്ലാം നമുക്കറിയുന്നതാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ട മുഖ്യമന്ത്രിമാരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഇദ്ദേഹം ഉദ്ഘാടനത്തിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനാണ് ഇദ്ദേഹം നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം ലീഗിൻ്റെ ഇത് പുറത്തു വന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം ഈ പ്രശ്നങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ ജനങ്ങൾ ദുരിതത്തിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ ഈ മുസ്ലിം ലീഗ് നേതാക്കളും എല്ലാവരും കൂടി ഭക്ഷണം വിളമ്പിയിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളില്ല, അദ്ദേഹത്തിനെ പാരവയ്ക്കാൻ പോകുന്ന വേറെ ആൾക്കാരൊന്നുമില്ല, വേറെ CPM-കാരോ BJP-കാരോ ഒന്നുമില്ല. അവിടെ ഉള്ളത് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ മാത്രമാണ്. അവിടെ നിന്നാണല്ലോ ഈ വീഡിയോ ലീക്കായത്.
അവിടെ നിന്ന് ആരോ എടുത്തിട്ടാണല്ലോ ഈ വീഡിയോ, ഇദ്ദേഹം ചിക്കൻ എടുത്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തോ കഴിച്ചോട്ടെ, ആ കഴിക്കുന്ന വീഡിയോ എടുത്ത് ലീക്കായത് ഇവർ വഴിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് വിചാരിക്കും? ഈ സമയത്ത് ദുരിതത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ദുരന്ത പ്രസ്താവനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട മുഖ്യമന്ത്രി ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിനും മറ്റുള്ള കാര്യത്തിലും പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ എടുത്ത് വൈറലാക്കി കളഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തതും. ഈ ജനങ്ങൾ തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വഴി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് തീരുമാനിച്ചതും. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒരു ജ്വല്ലറി, ആ ജ്വല്ലറിയുടെ പേര് പറഞ്ഞ് അവർക്ക് പരസ്യം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു സ്വർണ്ണക്കച്ചവടക്കാരൻ അയാളുടെ കട പോയി വി.ഡി. സതീശൻ ഈ തിരക്കിനിടയിൽ ഉദ്ഘാടനം ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് പറയും മുഖ്യമന്ത്രി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി അവിടെ ഉണ്ടെങ്കിലും ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പോകാൻ പാടില്ലായിരുന്നു. ഇനി രണ്ടാമത് രതീഷ് പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു വീട്ടിൽ പോയി ആഹാരം കഴിച്ചു. ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ ആയിക്കോട്ടെ, ആരുടെയും ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ഘടകകക്ഷിയല്ലേ. ഈ രതീഷും ഞാനും ഒക്കെ മലപ്പുറത്ത് പോയിട്ടുള്ള ആളുകളാണ് അല്ലേ. മലപ്പുറത്തെ അവരുടെ ആതിഥ്യ മര്യാദ, അല്ല ഒരു മിനിറ്റ്, ഏറനാടൻ ആതിഥ്യ മര്യാദ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയത്തുള്ളൂ. മുഖ്യമന്ത്രി ആഹാരം കഴിക്കാൻ അവിടെ ചെല്ലണം എന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞു. അദ്ദേഹം അവിടെ ആഹാരം കഴിക്കാൻ ചെന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മെനു ഒന്നും കൊടുക്കുന്നില്ലല്ലോ, ഒരു മെനുവും കൊടുക്കുന്നില്ല. അച്യുതാനന്ദൻ ആഹാരം കഴിക്കുന്നില്ല. കാരണം അച്യുതാനന്ദന് ഞവര കൊണ്ടുള്ള അരി വേണം, അദ്ദേഹത്തിന് വിശ്വാസമുള്ള വീട്ടിലേ പോയേ കഴിക്കൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തട്ടിക്കളയുന്ന അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ. അപ്പോൾ ചില നേതാക്കന്മാർക്ക് പ്രത്യേക മെനു ഉണ്ട്. സതീശനൊരു മെനു ഇല്ല. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞു ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞു ചെന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മലപ്പുറത്തുണ്ട്. ഇത്രയും ആതിഥ്യ മര്യാദയുള്ള അതിഥി ദേവോ ഭവ എന്ന് വിചാരിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് പറയും മലപ്പുറത്താണ്. അത് തിരുവനന്തപുരത്തോ കൊല്ലത്തോ പത്തനംതിട്ടയോ കോട്ടയത്തോ അല്ല, മലപ്പുറത്താണ്. അവരത്ര സ്നേഹസമ്പന്നരും നിഷ്കളങ്കരുമാണ്. തീവ്രവാദം വരുന്നത് വേറെ കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അതിനെ നോക്കേണ്ട കാര്യം. ഒരു നേർനാടൻ സംസ്കാരം ഇന്നും അവിടുത്തെ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. അവരവിടെ ചെല്ലുന്നവർക്കൊക്കെ വയറ് നിറച്ച് ആഹാരം തരും. സതീശൻ്റെ മുന്നിൽ വിളമ്പി വെച്ച് സതീശൻ പറഞ്ഞ മെനു അല്ല. അദ്ദേഹം ചെന്നപ്പോൾ അവിടെ കുറേ ആഹാര സാധനം വിളമ്പി വെച്ചു. അതിനൊരു രഹസ്യ സ്വഭാവമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന ആളുകൾ അത് ക്യാമറയിൽ പകർത്തിയാൽ എന്താണ് തെറ്റ്? പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ പോകുന്നുണ്ട്. ഇനി സതീശന് പ്രളയം തീരുന്നിടം വരെ പൊടിയരിക്കഞ്ഞ് കഴിക്കണം എന്ന് നമുക്ക് പറയാൻ നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നേതാക്കന്മാരൊക്കെ ആഹാരം കഴിക്കുന്നില്ലേ? ആഹാരം കഴിച്ചെങ്കിലല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു നേതാവ് ഒരു പാർട്ടി നേതാവിൻ്റെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൺ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനാധിപത്യത്തിലെ ഏറ്റവും സബ്സ്റ്റാൻഡേർഡ് വിമർശനമാണ്. അന്തസ്സില്ലാത്ത വിമർശനമെന്ന് ഞാൻ അതിനെ പറയത്തുള്ളൂ. മുഖ്യമന്ത്രി ആഹാരം കഴിച്ചാണ് പ്രശ്നം. മുഖ്യമന്ത്രി പ്രളയ ദുരന്തത്തെ എങ്ങനെ നേരിട്ടെന്നാണ് നോക്കേണ്ടത്, ഇല്ലേ? അതാണ്, അതല്ലേ നേരിട്ടു അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. പ്രളയ ദുരന്തത്തെ നേരിടാൻ, പ്രളയം തടയാൻ ഒക്കുമോ? പിന്നെ ഉരുൾപൊട്ടി വരുന്നത് തടയാൻ പറ്റുമോ? വെള്ളപ്പൊക്കം തടയാൻ പറ്റുമോ? ഇതൊന്നും തടയാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് പിന്നെ രതീഷ് തന്നെ ചോദിച്ചല്ലോ, പ്രളയം വന്നപ്പോൾ 2018 പ്രളയം വന്നപ്പോൾ ഈ മന്ത്രിമാരെല്ലാം വന്നിരുന്നില്ലേ, എല്ലാം ചെയ്തില്ലേ? ഇപ്പോൾ രാജീവ് പറയുന്നു, മുൻ മന്ത്രി രാജീവ് പറയുന്നു ഇത് മനുഷ്യനിർമ്മിതമായ പ്രളയമാണെന്ന്. യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ പ്രളയം കേരളം കണ്ടത് 2018 എന്താ കാര്യം ചോദിച്ചാൽ 2018 ഡാമിലെ വെള്ളം ശേഖരിച്ച് വെച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാവുന്ന ഡാം തുറന്നു വിടണ്ടെന്ന് അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉന്നതന്മാർ തീരുമാനിച്ചു. ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനെ പിടിച്ച് പിന്നെ വിദ്യുശക്തി മന്ത്രിയാക്കി. മണി എഴുതും അറിയത്തില്ല, വായന അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, ഒരു സംസ്കാരമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് അതിനകത്ത് ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. വായി വരുന്ന എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ആളാണ്. ആ സമയത്ത് പ്രളയം അതിര് കവിഞ്ഞ് പോയപ്പോൾ പെട്ടെന്ന് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് ഞാൻ പറയാനുള്ള കാര്യം. ഡാം തുറന്നപ്പോൾ കേരളത്തിലെ പല മേഖലകളിലും, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കോഴഞ്ചേരി, ആറന്മുള സ്ഥലങ്ങളിൽ പോലീസ് മൈക്ക് അനൗൺസ് ചെയ്തു ഇപ്പോൾ പ്രളയം വരുന്നു. കാരണം മനുഷ്യനിർമ്മിത പ്രളയമാണ് വരുന്നത്, പോലീസിനറിയാം. ഇത് മനുഷ്യനിർമ്മിത പ്രളയം അല്ലാത്തത് കൊണ്ടാണ് ഈ പ്രളയം വരുന്നത്. ഗവൺമെൻറ്റിനോ പോലീസിനോ ഒന്നും അറിയാൻ പറ്റത്തില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആലോചിച്ച് നോക്കണം, ചിലയിടത്ത് പിന്നെ 30 സെൻറ്റിമീറ്ററോ 40 സെൻറ്റിമീറ്ററോ മഴ പെയ്യേണ്ട ഒരു സ്ഥലത്ത് 500 സെൻറ്റിമീറ്റർ മഴ പെയ്യുക. ഒന്നാലോചിച്ച് നോക്കി, എത്ര ഭീകരമായ അവസ്ഥയാണ്. ഉത്തരേന്ത്യയിൽ ഹിമാലയൻ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ ഒഴുകി പോയിട്ടില്ലേ മേഘസ്ഫോടനം വന്ന്? അപ്പോൾ ഉടനെ ഇവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്ക് വന്ന്. മേഘസ്ഫോടനം മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് വന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തുക. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് പുനരധിവാസം കൊടുക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് ആരോഗ്യ പരിരക്ഷ നടത്തുക. ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതൊക്കെ വലിയ തെറ്റില്ലാതെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സതീശൻ ചെയ്യുന്നുണ്ട്. ഞാൻ സതീശൻ്റെ അഡ്വക്കേറ്റ് ഒന്നുമല്ല. ഞാൻ സതീശനെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് സതീശനെ ഇക്കാര്യത്തിൽ, സതീശൻ ആഹാരം കഴിച്ച കാര്യത്തിൽ 80 ലക്ഷം രൂപ പ്രതിമാസം വാടക കൊടുത്തിട്ട് ഹെലികോപ്റ്റർ
കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതാണ്. അതിൽ 80 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 25 മണിക്കൂർ അതിനകത്ത് ഈ ഹെലികോപ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ വരികയാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം. അത് ഉപയോഗിക്കാറില്ല. ആ ഘട്ടത്തിൽ ആ പണം ഉപയോഗിച്ച് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിലൊന്ന് കയറി. ഇത് മഹാപരാധമാണോ? ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ചുകൊണ്ട് 1 രൂപ നമ്മുടെ ഖജനാവിന് നഷ്ടം വന്നു. അത് അദ്ദേഹം ചോദിച്ചില്ലല്ലോ. എവിടേക്കാണ് സഞ്ചരിച്ചത്? അതേ ഏതോ അല്ല, അദ്ദേഹം അതറിയോ? അത് എറണാകുളത്തൊരു മീറ്റിങ്ങിന് പോയി എന്നല്ലേ പറയുന്നത്. ഒരു ഉദ്ഘാടനത്തിനാണ്. ഉദ്ഘാടനത്തിനല്ല പോയത്. അല്ല, ഒരു വ്യവസായിയുമായിട്ട് സംസാരിക്കാനാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടു. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഏത് വ്യവസായിയെ കാണാൻ പോയത്? മുഖ്യമന്ത്രി സതീശൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ആ വ്യവസായികരാണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പരമപുച്ഛമാണ്. അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. അതുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതും കൂടി നിങ്ങളെ ഇല്ലാതാക്കാൻ പോകുമല്ലേ. ആരെങ്കിലും പണം മുടക്കാൻ വന്നാലത്തെ സ്ഥിതി എന്തെന്ന് ആലോചിച്ച് നോക്കണം. പണം മുടക്കാൻ വന്നാൽ അവനെ നിരുത്സാഹപ്പെടുത്തുക, അവനെ ആക്രമിക്കുക, ഇതൊക്കെയല്ലേ നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരം. നോക്കുകൂലി ചോദിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം. ഈ ചെയ്യാത്ത ജോലിക്കായി നോക്കുകൂലി ചോദിക്കുന്നത്. ഈ സംസ്ഥാനത്തേക്ക് ഏത് സംരംഭകനാണ് വരുന്നത്? ഏതെങ്കിലും ഒരാൾ വന്നാൽ അത് രഹസ്യമായി വെച്ച് ഗവൺമെൻറ്റുമായിട്ട് എഗ്രിമെൻറ്റ് ഒപ്പിട്ട് ഒരു MOU ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അറിയിക്കുന്നതാണ് നല്ലത്. പത്രക്കാരോട് പറയാൻ പാടില്ല. അപ്പോൾ എന്തായാലും അങ്ങ് പറയുന്നത് ഈ പേമാരി സമയത്തും ഈ ദുരന്ത പ്രസ്ഥാനങ്ങളുടെ സമയത്തെല്ലാം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ചെയ്തതിൽ തെറ്റില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് പോകാം, ഭക്ഷണം കഴിക്കാൻ പോകാം, എല്ലാം ഭക്ഷണം കഴിക്കണം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് പോകാമെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങയുടെ വിലയിരുത്തൽ അതാണ്. അല്ല സോറി, അതങ്ങനെ പറയരുത്. അങ്ങ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ആഹാരം കഴിച്ചാൽ തെറ്റില്ല. ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അതെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ലല്ലോ, സതീശൻ ചെയ്ത വേറെ ചില കാര്യമുണ്ട്. ശ്രീധരൻ്റെ അതിവേഗ റെയിൽവേ പാത വേണ്ടെന്ന് വെച്ചില്ല. ശ്രീധരനെ കാട്ടി ഉന്നതനാരണ്ടല്ല. സെക്രട്ടേറിയറ്റ് ഒരു റെയിൽവേ വിദഗ്ധൻ ഇരിപ്പുണ്ട്. അയാളാരാന്ന് എനിക്കറിഞ്ഞുകൂടാ. സാമ്പത്തിക വിദഗ്ധൻ അവിടെ ഇരിപ്പുണ്ട്. 60,000 കോടി രൂപയ്ക്ക് തീർക്കാൻ കഴിയുന്ന റെയിൽവേ പാത കുറച്ച് തീർത്തു കൊടുക്കാമെന്ന് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറിയോ ഏതോ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞെന്നാണല്ലോ പറയുന്നത്. തെറ്റല്ലേ? തെറ്റാണ്. ടാറ്റ 10 കോടി രൂപ 10 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് മുഖ്യമന്ത്രി യാതൊരു ഹോംവർക്കും ചെയ്യാതെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് തെറ്റല്ലേ? തെറ്റാണ്. ഇതിലൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രക്കാരോടെ വരാൻ പോകുന്ന ഇൻവെസ്റ്ററുടെ ജാതകം എടുത്ത് കൊടുക്കാഞ്ഞതും തെറ്റാണ് എന്ന് കരുതുന്ന ഒരാൾ. ഇപ്പോഴും പറഞ്ഞതിൽ ഞാൻ അതിലൊരു തിരുത്തുന്നുണ്ട്. അദ്ദേഹം ആഹാരം കഴിച്ചതിലോ അദ്ദേഹം ആഹാരം കഴിക്കാൻ പോയതിലോ അല്ല പ്രശ്നം. അദ്ദേഹം ഈ ദുരിതം അല്ലെങ്കിൽ ഈ പേമാരി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പട്ടിണി പാവങ്ങൾ അല്ലെങ്കിൽ വീടും കുടിയും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഒരുപാട് പേർ വെള്ളത്തിൽ ഒലിച്ച് ചേറിൽ കുളിച്ച് അവിടെ കയറി നിൽക്കുകയാണ്. ഈ സമയത്ത് TV-യിലാണെങ്കിലും ഈ താങ്കൾ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ എന്നുള്ളവർ ഇവിടെ എല്ലാം ക്യാമറ എടുത്ത് പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിലല്ല തെറ്റ്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു അന്വേഷണത്തിനോ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളോ നടത്തിയില്ല എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചതിൽ തെറ്റുണ്ട് എന്നൊന്നും ഇവിടെ ആരും വിവാദമായിട്ട് ചില മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ആ മാധ്യമങ്ങളെയും അങ്ങനെ തന്നെയാണ് ഞാൻ വീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഈ ദുരന്ത നിവാരണ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് അതിൻ്റെ മുന്നിൽ നിന്ന് ചരട് വലിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മുൻകൈ എടുത്ത് മുന്നോട്ട് നീക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ആ ചരട് മുറിക്കാനാണ് അവിടെ പോയിരിക്കുന്നത്. അതേസമയം അദ്ദേഹം അവിടെ വേറൊരു ചരട് മുറിച്ച് അവിടെ പോയി കാപ്പി കുടിക്കാൻ പോയി. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിച്ചതിനല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് മാത്രമേ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ. അല്ല, നമ്മുടെ മീഡിയ ഏറ്റവും വലിയ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അവർ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സതീശനെ തന്നെയാണ്. മാധ്യമങ്ങളുടെ അജണ്ട എന്നും ആയിക്കോട്ടെ, മാധ്യമങ്ങളുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് അവർക്കിഷ്ടം. അങ്ങനെ മുഖ്യമന്ത്രി അല്ലായിരുന്നു പിണറായി വിജയൻ. 14 വന്ന പിണറായി വിജയൻ പിന്നെയും 21 തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ? മാധ്യമങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തിക്കോട്ടെ. അപ്പോൾ സതീശനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും സതീശനിൽ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ് സതീശൻ ചെയ്യുന്ന എല്ലാത്തിനെയും തള്ളിക്കളയുകയാണ്. സതീശൻ്റെ നേരെ അനാവശ്യമായി വിമർശനങ്ങൾ കൊണ്ടുവരുന്നു. ഈ മുഖ്യമന്ത്രി ഒരു കൊല്ലമെങ്കിലും രാജ്യം ഭരിക്കട്ടെ, 2 മാസത്തിനകം എന്തിനാ ഈ മനുഷ്യന് സമയം കൊടുക്കണ്ടേ? അയാൾ അഹങ്കാരിയാണെന്ന് പറയുന്നവരാണ് MB ജയരാജൻ. മുഖ്യമന്ത്രി അഹങ്കാരിയാണെന്ന് പറഞ്ഞ് 10 കൊല്ലം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെഫ്റ്റനൻ്റാണ് MB ജയരാജൻ. അദ്ദേഹം പറയുന്നത് VD സതീശൻ അഹങ്കാരിയാണ്. അതിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. VD സതീശനെ അഹങ്കാരിയായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹത്തിന് ആത്മവിശ്വാസമല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിനെ അഹങ്കാരമായിട്ട് കാണണ്ട. സതീശൻ ഭരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ തെറ്റുണ്ടെങ്കിൽ പറയാം. മറിച്ച് സതീശനെ രാവിലെ ആഹാരം കഴിച്ചതിലും ചിക്കൻ ഫ്രൈ കഴിച്ചതിലും മട്ടൺ റോസ്റ്റ് കഴിച്ചതിലും തെറ്റ് കാണാൻ ഞാനില്ല. അതൊരു അധമമായ മാധ്യമ പ്രവർത്തനമാണ്.
അതുകൊണ്ട് സതീശൻ ചെയ്ത കൃത്യമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു പോയാൽ അതാണ് മാന്യമായ മാധ്യമപ്രവർത്തനം. ഇവിടുത്തെ മുഖ്യധാരാ പത്ര ദൃശ്യ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ദുരൂഹമായ കാരണങ്ങളാൽ സതീശനെ ടാർഗറ്റ് ചെയ്താണ് നീങ്ങുന്നത്. സതീശൻ എന്ത് ചെയ്താലും അവർ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിർഭാഗ്യകരമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും സാർ ഇപ്പോഴും പേമാരി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മാസങ്ങളിൽ ഓണം വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ചെറുകടകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ച് കൂട്ടിയിരിക്കുന്നു. കാരണം അവർ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതെല്ലാം ഇന്ന് ഈ പേമാരിയിൽ എല്ലാം വലിയ നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത പേമാരിയാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പെട്ടെന്ന് ഇങ്ങനൊരു പേമാരി. കാരണം കുറേ ദിവസം മഴയില്ല, വെയിലായിരുന്നു, അതിതീവ്രമായ ചൂടും, മഴ ഉണ്ടാവില്ല എന്ന് വരെ നിരീക്ഷിച്ച സമയത്താണ് പെട്ടെന്നുള്ള പേമാരി ഉണ്ടായിപ്പോയത്. സ്വാഭാവികമായിട്ടും അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത് മാറി ജനങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോട്ടെ. പെട്ടെന്ന് തന്നെ പേമാരിയൊക്കെ മാറി എല്ലാം സാധാരണ നിലയിലാവട്ടെ. അങ്ങ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹത്തിന് ഒരു വർഷമെങ്കിലും തികച്ചോട്ടെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഭരണം എന്തൊക്കെ ചെയ്തു, ഇങ്ങോട്ട് പോയി, എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും. വെറും 76 ദിവസമായ ഒരു മുഖ്യമന്ത്രിനെ നമ്മൾ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ട്. കാരണം അദ്ദേഹം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനത് അങ്ങയോട് ആദ്യം തന്നെ ചോദിച്ചത്, അത് തുടങ്ങിയപ്പോൾ തൊട്ട് അങ്ങയെ വിവാദത്തിലാണ് അദ്ദേഹത്തെ വലിച്ചഴിക്കുന്നത്. അത് അങ്ങേക്കറിയാം. വിഴിഞ്ഞ മുതൽ ഇപ്പോൾ PM ശ്രീ കഴിഞ്ഞത്, അപ്പോൾ ഇപ്പോൾ ഇത് പേമാരി വരെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം തൊടുന്നതൊക്കെ വിവാദമാകുന്നു. അത് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് തുടങ്ങുന്നത് തന്നെ. തീർച്ചയായിട്ടും ഇനിയും വലിയ വിവാദങ്ങളില്ലാതെ ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്ത ചില ഉദ്ഘാടനങ്ങളും മറ്റുള്ളതൊക്കെ മാറ്റിവെച്ചാൽ അത് വലിയൊരു നല്ലതായിരിക്കും. കാരണം അതിനൊക്കെ വേറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ അത് ചെയ്തു പോട്ടെ. അപ്പോൾ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.